സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാനുമായി കൂടിക്കാഴ്ച നടത്തിവന്ന ഡൊണാൾഡ് ട്രംപ് സൗദി അറേബ്യയ്ക്ക് F-35 യുദ്ധവിമാനങ്ങൾ നൽകുന്നത് ഇരു നേതാക്കളും തമ്മിലുള്ള കൂടിക്കാഴ്ചയിൽ ധാരണയായിട്ടുണ്ട്. മാധ്യമപ്രവർത്തകൻ ജമാൽ ഖഷോഗിയുടെ കൊലപാതകം സംബന്ധിച്ച് സൗദി കിരീടാവകാശിയോട് ചോദ്യങ്ങൾ ഉന്നയിക്കേണ്ട സമയമല്ലെന്നും അന്വേഷണം തുടരുകയാണെന്നും മാധ്യമപ്രവർത്തകരോട് ട്രംപ് പറയുകയും ചെയ്തു. ഐസൺ, എന്താണ് ഈ ചർച്ചയുടെ ഒരു വിഷയമായത്? ഒപ്പം തന്നെ ഉണ്ടായ തീരുമാനങ്ങൾ പറയുക ഐസൺ. തീർച്ചയായും രാഖി, ഇപ്പോൾ ഈ സൗദി കിരീടാവകാശിയുമായുള്ള കൂടിക്കാഴ്ച 7 വർഷത്തിന് ശേഷമാണ് അമേരിക്കൻ പ്രസിഡന്റുമായി സൗദി കിരീടാവകാശിയുടെ ഒരു കൂടിക്കാഴ്ച നടക്കുന്നത്. കൂടിക്കാഴ്ച വളരെ നിർണായകമായിരുന്നു എന്നതൊരു യാഥാർത്ഥ്യം തന്നെയാണ്. $600 ബില്യൺ സൗദി നിക്ഷേപമാണ് അമേരിക്കയിലുള്ളത്. ഈ $600 ബില്യൺ നിന്നും $1 ട്രില്യൺ നിക്ഷേപം ഉയർത്തുന്നതിനുള്ള ഒരു ധാരണ ഇരു രാജ്യങ്ങളും തമ്മിലുണ്ടായി എന്നാണ് പ്രഥമമായി അറിയാൻ സാധിക്കുന്നത്. സ്വാഭാവികമായും ഈ 2 ദിവസങ്ങളായി ചർച്ച ചെയ്യപ്പെടുന്ന F-35 ഫൈറ്റർ ക്രാഫ്റ്റുകളുടെ നൽകുന്നതിനുള്ള കരാറും ധാരണയിലായി. 48ഓളം ഫൈറ്റർ ക്രാഫ്റ്റുകൾ നൽകുമെന്ന ധാരണയൊക്കെയാണ് പ്രാഥമികമായി വന്നിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മറ്റൊരു പ്രധാന വിഷയം ജമാൽ ഖഷോഗിയുടെ വധവുമായി ബന്ധപ്പെട്ട് സൗദി രാജകുമാരനോടുള്ള ചോദ്യത്തിന് വളരെ കൃത്യമായൊരു മറുപടിയും ട്രംപിന്റെ ഭാഗത്തു നിന്നുണ്ടായി. ആ മറുപടിയിൽ തന്നെ അദ്ദേഹം പറഞ്ഞത് 2018 തുർക്കിയിലെ ഇസ്താംബൂളിലെ സൗദി കോൺസുലേറ്റിൽ വെച്ചാണ് ജമാൽ ഖഷോഗി കൊല്ലപ്പെട്ടത് എന്നാണ് അതിന്റെ രേഖകളിലെല്ലാം തന്നെ, അല്ലെങ്കിൽ ഇത്തരത്തിലാണ് ആരോപണം നിലനിൽക്കുന്നത്. എന്നാൽ ഇത് സംബന്ധിച്ച് പൂർണ്ണമായ അന്വേഷണം നടക്കാതെ ഒരു അന്തിമ തീരുമാനം പറയുക സാധ്യമല്ല എന്നാണ് ട്രംപിന്റെ നിലപാട്.